ಇಪ್ಪಡಿಕಿ ಪಡಿ 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 ಅವಕ್ಕಡು ಎಕ್ಸಾಮ್ ಆಯ್ತು ಮುಟ್ಟ ಬಂತು ಎಕ್ಸಾಮ್ ಮುಟ್ಟ ಬಂತು ഈ ചൊല്ലുടെ കമൻസ് സ്റ്റോപ്പ് ആക്കുക. ആ പഠിക്കണോ ചൊല്ല ആ ഒരു നീട ആറുകുള്ളത് കിടാവൊരു നീട അല്ലെങ്കിൽ ചൊല്ല നണ്ട നീട എപ്പം ബാപ്പറ ദുവാ ഉണ്ട് നിക്ക് അല്ലെങ്കിൽ ഉമ്മറെ ദുവാ ഉണ്ട് നിക്ക്. ഹായ് ഡിയർ പേരൻസ്, ಎಲ್ಲರೂ ರಾಹತ್ತಿಂದ ಕರೆದರೆ ഞങ്ങളെ മക്ക എക്സാമറെ ആ ഒരു ടൈമായിട്ട് കയറിപ്പ ഒരു സൈഡിൽ മക്കളെ എക്സാമോ അങ്ങനെ പ്രിപ്പയർ ആയോണ്ടും ಅದಕ್ಕೆ ಬೇನಾയിട്ട് മാക്സിമം ടൈം അങ്ങ് സ്പെൻഡ് ആക്കിക്കൊണ്ടുള്ളാറ് നിങ്ങളുടെ ഭാഗത്തും നല്ല സപ്പോർട്ടീവും നല്ല ആക്കിക്കൊണ്ടുള്ളാറ്. അപ്പോൾ ഈ ടൈപ്പിലെല്ലാം നിങ്ങൾ ആക്കിയിട്ട് പോലും ഞങ്ങൾ അങ്ങനെ നല്ല എഫക്റ്റീവായിട്ട് അങ്ങ് പഠിച്ചത് അങ്ങ് എഴുതും. എക്സാം ഹാളിൽ പോയിട്ട് എഴുതണല്ലേ, ആ എഴുതുന്നത് നല്ല എഫക്റ്റീവായിട്ട് പഠിച്ചത് ചന്തത്തിൽ പോയിട്ട് എഴുതും. പേരൻസായ ഞങ്ങൾ എന്തൊരു അങ്ക് സപ്പോർട്ട് ആക്കണോ ചൊല്ലത് ചില ടിപ്സ് ഞങ്ങൾക്കൊന്ന് ഡിസ്കഷൻ ആക്കാം. നിങ്ങൾ എല്ലാവരും കേൾക്കോ തയ്യാറല്ലേ? ഓക്കെ. അപ്പം അതിൽ ഫസ്റ്റ് വണ്ണ് ഞങ്ങൾ അർത്ഥാക്കണായത് ഈ എക്സാം ചൊന്നെങ്കിൽ എന്തരെ അല്ലേ. രണ്ടാമത്തത് എക്സാം ആറുക. മൂന്നാമത്തത് ഈ എക്സാം എഴുതിയെങ്കിലുള്ള ബെനിഫിറ്റ് എന്തരെ. അപ്പൊ ഇത് ഞങ്ങൾ ഒന്ന് അർത്ഥാക്കിയിട്ട് ആ ഒരു ടൈപ്പിൽ ഞങ്ങളെ മക്കൾക്ക് സപ്പോർട്ടാക്കിയെങ്കിൽ മക്ക നല്ല അങ്ങ ഈ 1 ഇയർ അധ്വാനിച്ച് അങ്ങ എടുത്ത ആ ഒരു എഫേർട്ട് റിസൾട്ട് അങ്ങ് കിട്ടും. അതിൽ ഫസ്റ്റ് വൺ ഞാൻ ചൊന്ന ആ ഒരു എക്സാം ചൊന്നെങ്കിൽ ആക്ച്വലി ഞങ്ങളെ മക്കളെ ഉൽഗത്ത് 1 ഇയറിൽ ആ കിടാവുക കിട്ടിയ ഇൻപുട്ട് എന്തൊരു അതിനെ ഔട്ട്പുട്ട് എടുക്കുന്നതുക്കുള്ള പ്രോസസ് ആയിട്ട് എക്സാം അല്ലേ. 1 ഇയർ നൻ്റെ കിടാവ് ഒരു സമയത്ത് പഠിച്ചിട്ട് അസർത്തോളും സ്കൂളിൽ പോയിട്ട് അല്ലേ, വെയിലേത് മലയേത് ഒന്നും നോക്കാണ്ട് സ്കൂളിൽ പാവ ഞങ്ങളെ പൈതൽ പോയിര്. ആ പോയതുക്ക് 1 ഇയറിൽ പോയത് എന്തൊരു ഈ കിടാവ് ഉൽഗത്തുക്ക് ഇൻപുട്ട് കിട്ടിയത് അതൊരു ഔട്ട്പുട്ട് എടുക്കുന്നതുക്കുള്ള പ്രോസസ്സ് കേട്ടിട്ട് എക്സാം ഉണ്ട് ചൊല്ലെ. അർത്ഥമായിട്ടിക്കോ അല്ലേ? അപ്പൊ എക്സാം 6 ഗണ്ട്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എക്സാം 6 ഈ ഇൻപുട്ട് കിട്ടണമെങ്കിൽ കിടാവ് ഇപ്പോൾ ഒരു 3rd സ്റ്റാൻഡേർഡ് പോകണ്ടു, അല്ലെങ്കിൽ 5th സ്റ്റാൻഡേർഡ് പോകണ്ടു, അല്ലെങ്കിൽ 6th സ്റ്റാൻഡേർഡ് പോകണ്ടു, ഏത് ക്ലാസ്സിൽ വേണമെങ്കിൽ പോട്ട്. അപ്പം ആ പോകുമ്പോഴത്തേക്കു ആ കിടാവുകു ആ ഒരു ക്ലാസ് ലെവലിലാണ് ഉള്ളാണ് ടൈറ്റിക്കന് ഫസ്റ്റ് വന്ന് ഞങ്ങൾ പേരൻസായ ഞങ്ങൾ അർത്ഥാക്കുന്നത്. കാരണം ഇതിപ്പോൾ 5th പഠിക്കുന്ന കിടാവും ആ 5th ലെവലിലുള്ള ഏത് ഇംഗ്ലീഷിലാവട്ടെ, ഹിന്ദിയിലാവട്ടെ, കന്നഡത്തിലാവട്ടെ, ഏത് സബ്ജക്റ്റും ആവട്ടെ, സോഷ്യൽ സയൻസ് ഏതുമാവട്ടെ, അവനത് റീഡാക്കുകയും റൈറ്റാക്കുകയും ಅದರ കോംപ്രിഹെൻഷൻ ಅದರ അർത്ഥാക്കുകയുള്ള കപ്പാസിറ്റി ഉണ്ടാണ്ടായിട്ടിക്കൊണ്ടായത് ഫസ്റ്റ് വന്ന് നോക്കാനായത്. കാരണം അത് അർത്ഥാക്കുക ആ ഒരു മക്ക കയറ്റിക്കറ് ನಾನು ಪಾಠ ಚೊನ್ನ ಆ ಇನ್ಪುಟ್ ಅಂಕ ಉಳ್ಗತ್ತು ಪೋಂಡೆ ಅಲ್ಲೇ.
ഇനിയിപ്പം നിന്റെ കിടാവ് 5th ಸಿಕ್ಸ್ತಿലുള്ള അല്ലെങ്കിൽ ഏത് ക്ലാസ്സിലാവട്ടെ ಅವನಿಗೂ ಕೂಟಿಟ್ಟು ಓದೋಗೂ ಗೊಂತಿಲ್ಲ അല്ലെങ്കിൽ കൂട്ടിട്ട് അവനുക്ക് എൽതൊക്കെ ಗೊಂತಿಲ್ಲ. അപ്പൊ ഈ എൽതൊകും ഓതൊകും അർത്ഥാക്കൊಗೆ ಗೊಂತಿല്ലാത്ത കിടാവുകോ എന്തൊരു എക്സാം? അപ്പൊ അങ്ങനത്തെ മക്കൾക്ക് ദപ്പാട്ടിട്ട് കാരണം ആ ಬಂಗಾರಗೆ കൂട്ടിട്ട് ഓതോಗೊಂತಿല്ല എൽದೋಗೊಂತಿല്ല. അപ്പൊ ഈ ಬಂಗಾറ് ആ ഒരു ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യനർസ് അല്ല അവന്റെ ആ ഒരു ക്ലാസ് ലെവലിലുള്ളത് നോക്കുമ്പോ അവനുക്ക് ಅದರ പെർഫോമൻസ് ആക്കുക അവരാ ആവില്ല. അപ്പൊ ഈ ഒരു ഇൻഫർമേഷൻ പോലും പാരന്റ്സ് ಗೊಂತಿല്ലാണ്ട് ഈ ഒരു ഇൻസൈറ്റ് ഈ ഒരു അവയർനെസ് ഇല്ലാത്ത കാരണം കൊണ്ടിട്ട് ചമ്മ പാരന്റ്സ് ഇങ്ങനത്തെ മക്കളെ എങ്ങനത്തെ മക്ക റീഡിങ് ಗೊಂತಿല്ല റൈറ്റിംഗ് ಗೊಂತಿല്ല അവന്റെ ക്ലാസ് ലെവലിലുള്ള പെർഫോമൻസും അവനുക്ക് ആവില്ല. അങ്ങനത്തെ മക്കൾക്ക് ഇത് പഠിപ്പട്ടെ കുത്തിട്ടും അടിച്ചിട്ടും പറഞ്ഞിട്ടും അതല്ലെങ്കിൽ ട്യൂഷൻ്റെ അവിടെ കറുത്തിട്ടും അങ്ങനെ എനിക്ക് നിരന്തര സ്ട്രെസ് കൊടുത്തിട്ട് പിന്നെയും ഇത്ര പഠിപ്പാട്ടിട്ട് ഇപ്പുറത്ത് നോക്കുമ്പോ ഇതെന്തല്ല ചൊല്ലാണ്ട് ചൊല്ലുമ്പോ തവണ കിട്ടറാ. കാരണം എന്തേ? കാരണം അവനുക്ക് അത് ಗೊಂತಾവില്ലേ. അത് ആ ഒരു വിഷയത്തിൽ നിങ്ങളെ പാരൻസ് എന്താവണം എല്ലാ അവയർനെസ്. അപ്പൊ ഇങ്ങനത്തെ മക്ക എന്തെങ്കിലും ഇന്നെങ്കിൽ ಅದರ ಸೊಲ್ಯೂಷನ್ ಎಂದರೆ ಫಸ್ಟ್ಗೆ ರೀಡಿಂಗ್ ರೈಟಿಂಗ್ ಇನ್ನೆಂಗಿಲಲ್ಲಿ ಅದರಕ್ಕುಲ್ಲ ಸೊಲ್ಯೂಷನ್ ಎಂದರೆ ಚೊಂದಿಟ್ಟು ಆ ഒരു റൂട്ടിലും ಅದರ സൊല്യൂഷൻ്റെ വേക്ക് പോകണം. റൈറ്റ്. അതല്ലാണ്ട് ഈ മക്കളെ പിടിച്ചിട്ട് നിങ്ങളെ ഉള്ള എല്ലാ എഫേർട്ട് ആ മക്കളെ മേലെ ഇട്ടിട്ട് ഈ മക്കൾക്ക് സ്ട്രെസ്സായിട്ട് തലനൊമ്പല. ചില മക്ക ഇവിടെ നിന്റെ കൗൺസിലിംഗ് സെന്റർക്ക് എത്രയോ പേരൻസ് ഇവിടെ വിളിച്ചോണ്ട് ಬಂದಾರ. ಅವನು ಕಾರಲ್ಲಿ തുടങ്ങിരിപ്പ ಅವನು ತಲೆ ಕುತ್ತು ಬೇರೆ ನೊಂಬಲ ಆ ಟೆಸ್ಟ್ ಹಾಕ್ಯ ಈ ಟೆಸ್ಟ್ ಹಾಕ್ಯ എല്ലാ ടെസ്റ്റും ആയിട്ട് എല്ലാം നോർമൽ കാട്ടിയോണ്ടുണ്ടു. ഇത് മാത്രം നിൽക്കുവില്ല എന്തിറാക്കര സാർ ഉണ്ടല്ല. ഇത് നോക്കുമ്പോഴത്തൂ ഞങ്ങളിവിടെ ഒരു സ്ക്രീനിങ് ടെസ്റ്റ് ആകുമ്പോഴത്തേക്ക് അതിലൊಂತ ಅವ್ರು ಈ ಕಿಡಾവുക ಬೇಸಿಕ್ ಲೆವೆಲೇ ಇಲ್ಲ. ಅಪ್ಪ ಇಟ್ಟಿಕರಿಗೆ ಉಮ್ಮಮಾರಿಗೆ ಅಂದ್ರೆ ಅವರ ಕತ್ತರೆ ഓന്റെ ലെവൽ ഇതല്ലേ ഓണിക്ക് ഇങ്ങനത്തെ കോംപ്ലിക്കേറ്റ് ഇന്നത് കൊണ്ടിട്ടല്ലേ ഈ കിടാവു ഇങ്ങനെ ആയിരണ്ട്. അപ്പ ഈ ഒരു വിഷയത്തിൽ പേരൻസ് ആയ നല്ല ഒരു എഡ്യൂക്കേറ്റഡ് ആവും. നമ്പർ 2 ಏನಿಪ್ಪೋ ನಾನು ಇದರಲ್ಲಿ ಎಂದರೆ ಚೊನ್ನೆ ಎಕ್ಸಾಮ್ ಚೊನ್ನೆಗೆ ಎಂದರೆ 6 ಎಕ್ಸಾಮ್ ಉಂಟು. ಅಪ್ಪ ಲೆವೆಲ್ ಇನ್ನವನಿಗೂ ಅಲ್ಲ ಎಕ್ಸಾಮ್ ക്ലാസ് ലെവലിൽ ഇന്നവനുക്ക് ഇട്ടിക്കൊരു എക്സാം. കാരണം അവനുക്ക് ആ ഇൻപുട്ട് പോയിട്ടിക്കും അതൊരു ഔട്ട്പുട്ട് എടുക്കും ആവും. റൈറ്റ്. അപ്പം അങ്ങനെ ഒരു ലെവല് ഇന്ന മക്കൾക്ക് അതായത് അത്യാവശ്യം ക്ലാസ് ലെവലിലെല്ലാം ഉള്ള അപ്പൊ അങ്ങനത്തെ മക്കൾക്ക് പാരൻസ് ആയ ഞങ്ങൾ എങ്ങനെ സപ്പോർട്ട് ആക്കുന്നു? ഒന്നാമത്തേത് ഞങ്ങൾക്ക് അങ്കാക്കുള്ള സപ്പോർട്ട് ചെന്നെങ്കിൽ ഈ പടി അവക്കട് എക്സാം ആയിത്ത് മുട്ടപ്പെട്ട ಬಂತು എക്സാം മുട്ട ಬಂತು ഈ ചൊല്ലുടെ കമൻസ് സ്റ്റോപ്പ് ആക്കുക. അതായിട്ട് പാരൻസ് ചൊല്ല രീതിയിൽ ഞങ്ങൾ സപ്പോർട്ടാക്കണ ഫസ്റ്റ് വൺ. കാരണം ഈ ഒരു വേർഡ്സ് പടി ചൊല്ല വേർഡ്സ് അത് ഏതൊരു മക്കവും അത് അലർജി കേട്ടിറകാവില്ല. കാരണം അവിടെ ഒന്നും ഞങ്ങൾ അർത്ഥാക്കണം. ഈ പടി ಅಂತ ഞങ്ങൾ ചൊല്ലുമ്പത്തു ഈ പഠിക്കരെ ചൊല്ല ആ ഒരു ആവശ്യം ആ പഠിക്കണു ചൊല്ല ആ ഒരു നീട് ആർക്കുള്ളത് കിടാവുര നീട
അല്ലെങ്കിൽ ചൊല്ലുടെ നണ്ട നീട നണ്ട ആവശ്യം ഒന്ന് തിങ്കാക്കി നോക്കാറില്ല. ഈ പടി 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 ഇത്രേ എണി നിങ്ങൾ ചൊന്നാറ് ആ കിടാവ് എടുത്തിട്ട് ബുക്ക് എടുത്തിട്ട് നോക്കിത്ത് ഇനി നോക്കിയെങ്കിൽ പോലും ആ കിടാവിനെ നിങ്ങൾ കറക്റ്റ് ഒബ്സർവ് ആക്കിയെങ്കിൽ ആ കിടാവിന്റെ കണ്ണെല്ലാം കൊണ്ട് നോക്കുന്നു. അബലാൽ വൈത്താണ്ട് അബലാൽ വൈത്ത ഉമ്മ വൈത്ത. വൈ ഫോർ ദാറ്റ്? ആ കിടാവ് അങ്ങനെ ആക്കിരെന്തര്? കാരണം ഈ പഠിക്കരേ ചൊല്ലെ ആ ഒരു നീട് ആ കിടാവ് ഇല്ല ഇവിടെ. ഞങ്ങൾക്ക് ഇങ്ങനെ ഒത്തായി ആக்கிறதுக்கு ഇത് വന്നിട്ട് വെച്ചിട്ട് അപ്പൊ അതവിടെ നേരെ ആസ് എ പാരൻസ് ചൊല്ല രീതിയിൽ നിങ്ങൾ സപ്പോർട്ട് ആക്കണായതവിടെ ഗിവ് ഇം ഹോപ്പ്. പടി 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 ചൊല്ലുമ്പോൾ ആ മക്കൾക്കത് ഏതൊരു മക്കൾക്കും അത് അലർജി. ഗിവ് ഇം ഹോപ്പ്. അവനക്ക് നല്ല പ്രതീക്ഷ കൊടുക്ക. എങ്ങനെ? നീ നല്ല ലെവലിൽ എത്തിരല്ല. നിന്റെ ഇത് മോണു നല്ല ലെവലിಗೆ നീ അച്ചീവ്മെന്റ്സ് ആക്കുക ആവൂർ. നീ എന്തായാലും നല്ല മാർക്കിൽ നീ പാസ്സാവരെ. എപ്പം ബാപ്പര ദുവാ ഉണ്ട് നിക്ക്, അല്ലെങ്കിൽ ഉമ്മറെ ദുവാ ഉണ്ട് നിക്ക്. ആ ചൊല്ലുടെ ആ ഒരു ഹോപ്പ് കൊടുക്കുമ്പോ ഈ ലെവല് ഉള്ള മക്ക, ക്ലാസ് ലെവലില് ഉള്ള മക്ക അങ്ങ് ഓട്ടോമാറ്റിക്കലി ചെറിയ ഒരു ടൈം സ്പെൻഡ് ആക്കിയെങ്കിലും അങ്ങ് ചൊമ്മ അങ്ങ് മെമ്മറൈസ് ആക്കുക, ആ സ്റ്റോറേജ് ആക്കുക അല്ലേ? അതൊരു നല്ല, അതായത് ചെറിയ ടൈമായിട്ടിക്കും പഠിക്കരുത് എന്നെങ്കിലും പരീക്ഷ പേപ്പറിലെല്ലാം നല്ല സൂപ്പർ മാർക്കായിട്ട്. കാരണം എന്തേ? ആ കിടാവുര ഉൽഗത്തിൽ ഞങ്ങൾ ഈ ഹോപ്പ് കൊടുക്കുമ്പോൾ, കാരണം അവിടെയും ഞങ്ങൾ ശ്രദ്ധിക്കണം ഏത് കിടാവുക ഞങ്ങൾ ഹോപ്പ് കൊടുക്കണായത്. ഒന്നും ബേസിക് ലെവലിൽ ഇല്ലാത്ത കിടാവുക ചൊമ്പ നീ അങ്ങനെ ആവില്ല നീങ്ങനെ ആവില്ല. അതുകൊണ്ട് അതുകൊണ്ട് സൊല്യൂഷൻ എന്തിരേണ്ട അതുക്കുള്ളേ ഒരു സൈക്കോളജിസ്റ്റിനെ കണ്ടിരുന്നെങ്കിൽ കണ്ടിട്ട് അതിന്റെ സൊല്യൂഷൻ എടുത്ത് പിന്നെ ആ ഹോപ്പ് കൊടുക്കുക. അതല്ലാണ്ട് ഇങ്ങനത്തെ ഈ മക്കൾക്ക് ഈ ഹോപ്പ് കൊടുക്കുമ്പോൾ അങ്ങനെ ഉൽഗത്തിൽ ഓക്സിറ്റോസിൻ ചൊല്ലെ ഹാർമോൺസിനെ പ്രൊഡ്യൂസ് നമുക്ക് നടക്കുക. അത് ബ്ലഡിലും അത് ഇതിൽ സ്പ്രെഡ് ആകുമ്പോൾ ഇങ്ക് ഐ ആം ഡു ഇറ്റ്, നന്റെ കൊണ്ടിട്ട് ഇത് ആവൂർ, ഇന്നെ കൊണ്ടിട്ട് സാധ്യ ചൊല്ലെ. അങ്ങനെ ഉൽഗത്തിലെ ഇന്നർ മോട്ടിവേഷൻ, അതായത് ഈ ഓക്സിറ്റോസിൻ അങ്ങനെ ഉൽഗത്തിൽ പ്രൊഡ്യൂസ് നടക്കുമ്പോൾ അതൊരു ഫങ്ഷൻ നടക്കുമ്പോൾ അങ്ക് നല്ല ഒരു ഹോപ്പ്, അങ്ക് നല്ലൊരു പ്രതീക്ഷ നക്കിത് അവർ സെൽഫ് കോൺഫിഡൻസ് അങ്ക് ബിൽഡ് ആകുമ്പോഴത്തേക്കും അവർ ഹാപ്പി മൂടുക ബണ്ടാറ്. ആ ഒരു മൂട് വരുമ്പോൾ എന്തിനെ പഠിച്ചെങ്കിലും അങ്ക് അങ്ങനെ മെമ്മറിയിൽ നിൽക്കാറ്. അതല്ലെങ്കിൽ ഇങ്ങനെ ബോഡി റെസ്പോണ്ട് ചെയ്യുന്ന അങ്ങ് ഒന്ന് നോക്കിയാൽ മതിയാവും. ഇങ്ങനെ ആക്കിയിട്ട് പഠിച്ചോണ്ട് ഈ ഒരു ടൈപ്പിലുള്ളതിൽ ആ ഒരു ഇതിൽ ഇനി എത്ര അങ്ങ് ആ ടൈപ്പിൽ കൊടുത്തെങ്കിലും അത് ഷോർട്ട് മെമ്മറിയിൽ മാത്രമേ ലോങ് മെമ്മറിക്ക് പോകാൻ. അതല്ല ഞങ്ങൾ ഈ ഒരു ലെവലിൽ ഹോപ്പ് കൊടുത്തിട്ടു ആ ഒരു ടൈപ്പിൽ ഞങ്ങൾ ഇങ്ങനെ മാനേജ് ആക്കറെങ്കിൽ ആ മക്കൾക്ക് കിട്ടുന്ന ഒരു മോട്ടിവേഷൻ, അങ്ക് കിട്ടുന്ന ഒരു ഇന്നർ കണക്ഷൻസ് അതിലാകുമ്പോഴത്തൂ അങ്ങ് തെൽ ടൈം പഠിച്ചെങ്കിലും അങ്ക് ചന്ത അങ്ക് വന്നു. ഇതെല്ലാം ഞാൻ ചൊല്ലുമ്പോഴത്തൂ നിങ്ങളും ഈ ഒരു ഇങ്ങനത്തെ ഒരു വിഷയത്തിലെല്ലാം എക്സ്പീരിയൻസ് ആയിട്ട് ഇക്കുവാറ് അല്ലേ? അതായിട്ട് ഫസ്റ്റ് വണ്ണ് ഞങ്ങൾ ഈ ലെവല് ഉള്ള മക്കൾക്ക് പടി 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 ചൊല്ലെ വേർഡ് സ്റ്റോപ്പ് ആക്ക. നമ്പർ 1. നമ്പർ 2, ഗീവ് ഇം ഹോപ്പ്. മക്കൾക്ക് നല്ല എന്തൊരു കൊടുക്ക, പ്രതീക്ഷ കൊടുക്ക. റൈറ്റ്? ഇനിയത്തെ ടിപ്പ് നെക്സ്റ്റത്തെ എപ്പിസോഡിൽ നമുക്ക് ഡിസ്കഷൻ ആക്കാം. നൈസ് ടു മീറ്റ് യു. സീ അഗൈൻ. ബൈ ബൈ.